ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ SBI ബാങ്കിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവസാനം നോക്കിയ ചോദ്യം ഇതായിരുന്നു: ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക്. ഇലക്ട്രിക് കാറിന് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ, ഇലക്ട്രിക് കാർ മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യം നോക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സുകൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ പോകുന്നത്. നമ്മൾ പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. യോനോ എന്താണെന്ന് നോക്കാം. യോനോ, YONO. ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി SBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ. യു ഓൺലി നീഡ് വൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം. യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് സ്വപ്ന ബർമൻ. ഹെപ്റ്റാതെലിൻ താരമാണ്. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് യോനോ ക്യാഷ്. 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് SBI ബാങ്ക്. സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് SBI. സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് SBI ആരംഭിച്ച യൂണിഫൈഡ് പേയ്മെന്റ് ടെർമിനലാണ് MOPAD, മോപ്പാഡ്, മൾട്ടി ഓപ്ഷൻ പേയ്മെന്റ് ആക്സെപ്റ്റൻസ് ഡിവൈസ് എന്ന് പറയുന്നത്. SBI ലയനം. 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിപ്പിച്ചത് 2017 ഏപ്രിൽ 1-നാണ്. SBIയിൽ ലയിപ്പിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാമോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പൊ ഇത്രയും ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്കില് 2017 ഏപ്രിൽ 1-ന് മെർജ് ചെയ്തത് അല്ലെങ്കിൽ ലയിപ്പിച്ചത്. ഭാരതീയ മഹിളാ ബാങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96-ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ 19. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനും ടാൻസാനിയയുമാണ് 1ഉം 2ഉം രാജ്യങ്ങൾ. കേരളത്തിൽ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് മണക്കാടാണ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയിലാണ്. 2017 ഏപ്രിൽ 1-ന് ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിച്ചു. 2017 ഏപ്രിൽ 1-ന് ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിച്ചു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ബിഗ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ബാങ്കുകൾ, ബിഗ് ഫോർ, FOUR, ബിഗ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന, ഫോഴ്സ് അല്ല ഫോഴ്സ് ആണ്, FOURS, ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ബാങ്കുകളാണ് SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC. ICICI ബാങ്ക് നോക്കാം. ICICI ബാങ്കിന്റെ പൂർണ്ണനാമം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955-നാണ് കേട്ടോ. അപ്പൊ ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955. ICICI ബാങ്ക് രൂപീകരിച്ച വർഷം 1994. ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്കാണ് ICICI. ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്കാണ് ICICI. ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ആണ് 1998. ഇന്ത്യയിൽ ആദ്യമായി കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്കാണ് ICICI. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിനു വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ICICI ആണ്. കറൻസി നോട്ട് അതിന്റെ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട്, കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്ക് ICICI ആണ്. ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് വ്യക്തികൾക്ക് 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനായി FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കും ICICI ആണ്.
ICICIയുടെ നിലവിലെ MDയും CEO ഒക്കെ സന്ദീപ് ബക്ഷിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇന്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്ക് ICICI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ബാങ്കാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കും ICICI ബാങ്ക്. വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്കാണ് എമിറേറ്റ്സ് വെലാമിക്. ഇപ്പോൾ വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്ക് എമിറേറ്റ്സ് വെലാമിക്. അപ്പോൾ തൽക്കാലം എന്ന് ഇത്തരം കാര്യങ്ങൾ നോക്കി നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാനായി പോകുന്നത്. നാളത്തെ ക്ലാസ്സുകളിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.